ശബരിമലയിൽ ഭക്തജന തിരക്കിൽ നേരിയ കുറവ്. ഇതുവരെ ഭഗവാനെ ദർശിച്ചത് 70,000-ഓളം ഭക്തർ. ഇന്നലെ വരെ വലിയ ഭക്തജന തിരക്കായിരുന്നു ശബരിമലയിൽ അനുഭവപ്പെട്ടത്. അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ 2 ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് സന്നിധാനത്ത് ഭക്തജന തിരക്കിൽ നേരിയ ഒരു കുറവുണ്ട്. ഇതുവരെ 70,000-ഓളം ഭക്തർ മാത്രമാണ് ഭഗവാനെ ദർശിക്കാനായി എത്തിയത്. ഇന്നലെ അത് 95,000-ഉം അതോടൊപ്പം തന്നെ മിനിങ്ങാന്ന് 1,00,000-ത്തിലധികം ഭക്തരായിരുന്നു സന്നിധാനത്തേക്ക് എത്തിയത്. എന്തായാലും ആ ഒരു തിരക്കിൽ ഞായറാഴ്ച പൊതുവെ ഇപ്പോൾ തിരക്ക് കുറവാണ്. ആ ഒരു തിരക്ക് കുറവാണ് ഇന്നും അനുഭവപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്ന ഒരു സന്നിധാനത്ത് നേരിയ ഒരു കുറവാണ് ഇപ്പോൾ ഉള്ളത്. വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ച് തിങ്കളാഴ്ച മുതൽ വീണ്ടും ആ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിൽ ഉള്ളത്. എന്തായാലും ഇതുവരെ 70,000-ഓളം ഭക്തരാണ് ഭഗവാനെ ദർശിക്കാനായി എത്തിയിരിക്കുന്നത്. തിങ്കളാഴ്ച പുലർച്ചെ മുതൽ വീണ്ടും ഈ ഭക്തജന തിരക്ക് കൂടാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിൽ ഉള്ളത്. ഇനിയും പ്രത്യേകിച്ച് വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ ഭക്തജന തിരക്ക് ഇങ്ങനെ സന്നിധാനത്ത് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഈ മണ്ഡല പൂജ വരുന്നു, അതോടൊപ്പം തന്നെ മകരവിളക്ക് വരുന്നു. ആ ഒരു ദിവസങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ ഒരു വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയാണുള്ളത്. 18-ാം പടിക്ക് താഴെയുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. സാധാരണ നടപ്പന്തൽ പൂർണ്ണമായും നിറഞ്ഞുകൊണ്ട് മണിക്കൂറുകൾ വരി നിന്നാൽ മാത്രമേ ഭഗവാനെ ദർശിക്കാനുള്ള ഒരു അവസരം ഭക്തർക്ക് ഉണ്ടാകുകയുള്ളായിരുന്നു. പക്ഷേ ഇന്ന് ആ തിരക്കിന് ഒരു നേരിയ കുറവുണ്ട്. കൃത്യമായി തന്നെ ഭഗവാനെ വരികളിൽ നിൽക്കാതെ തന്നെ ദർശിക്കാനുള്ള ഒരു അവസരം, അത് പ്രത്യേകിച്ച് ഉച്ച കഴിഞ്ഞിട്ടാണ് ആ തിരക്കിൽ ഒരു കുറവ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ വരും ദിവസങ്ങളിലും ഈ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യം റോപ്പ് വേ പദ്ധതിയുടെ ഒരു നടപടിക്രമങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അനുമതി പദ്ധതിക്ക് ആവശ്യമാണ്. അതിൻ്റെ ഡ്രോൺ സർവേ ഇന്ന് പമ്പയിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ നാളെയും തുടരാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. പമ്പ ത്രിവേണി മുതൽ മാളികപ്പുറത്തിന് സമീപമുള്ള പോലീസ് ബാരക്ക് വരെയാണ് ഈ ഒരു റോപ്പ് വേ ഉണ്ടാക്കുന്നത്. ശബരിമലയിലെ ചരക്ക് നീക്കം അത് സുഗമമാക്കാനാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത്. 2011-ലാണ് ഈ ഒരു പദ്ധതിക്ക് തുടക്കം ഇട്ടിരുന്നത്. പക്ഷേ ഇതുവരെയും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കഴിഞ്ഞ മണ്ഡലകാലത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരുന്നു ഈ മണ്ഡലകാലത്ത് തന്നെ ഈ പദ്ധതിക്ക് തറക്കല്ലിടുമെന്ന് പറഞ്ഞത്. പക്ഷേ ഒരു നടപടിയും ഉണ്ടാകുകയുമില്ല. ഏതായാലും വീണ്ടും ഒരു കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിക്കായുള്ള ഒരു നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.